നിങ്ങൾ 2020 കാലഘട്ടത്തിലെ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രി ലെവലിലേക്കുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് കിടപ്പുണ്ട്, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുകയും ചെയ്യും. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ എക്സാം ടൈം ഏകദേശം നമുക്കറിയാം ഓഗസ്റ്റ് ഒക്ടോബർ സമയത്താണ് PSC അവരുടെ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 6 മാസം നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് സമയം കിട്ടും. നല്ല കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള മെത്തേഡിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും നല്ല റാങ്കിലേക്ക് എത്താനും നല്ലൊരു ജോലി നേടാനുള്ള അവസരമാണ് BTech കഴിഞ്ഞവർക്കും ഡിഗ്രി ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞവർക്കും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ലീഗൽ മെട്രോളജിയുടെ ആ ഒരു പഠനം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൽ എന്ത് നിങ്ങളെ എങ്ങനെ സഹായിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പഠനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ഡിഗ്രി ലെവലായിട്ടുള്ള ചില എക്സാംസ്, സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ ഇപ്പോൾ ഫിംഗർ പ്രിന്റ് പോലുള്ള എക്സാമുകളൊക്കെ ഇതിനു മുൻപ് കേരള PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാതൃകയിലുള്ള ആ ഒരു പാറ്റേണിലുള്ള ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ സബ്ജക്റ്റിൽ വരുന്ന വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ എക്സാമുകൾക്ക് പൊതുവിൽ കട്ട് ഓഫ് കുറവായിരിക്കും. കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 44 ആയിരുന്നു. അപ്പോൾ അതിനൊന്ന് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിലേക്ക് എത്താനും ആദ്യം തന്നെ ജോലി നേടാനുള്ള സാധ്യത നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു കാറ്റഗറി 613/2025 എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു കാറ്റഗറിയാണ്. നല്ല ആകർഷകമായിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ് അല്ലേ. 43,400-നും 91,200-നും ഇടയിലാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ ഉള്ളത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസിലേക്കാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞ് എക്സാം ഒക്കെ നടന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രൊസീജ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയും അതിൽ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഈ ഒരു എക്സാമിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് 44 എന്ന് പറഞ്ഞു. ഈ 44 മാർക്ക് എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ സിലബസിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 100 മാർക്കിനെ നമുക്ക് 100 മാർക്കിൽ ആദ്യത്തെ 10 മാർക്ക് എന്ന് പറയുന്ന ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന അളവ് തൂക്കവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏരിയ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെപ്തിലുള്ള കാര്യങ്ങൾ അതിന്റെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്ക് ഈ പറയുന്ന BTechകാരായാലും ഡിഗ്രിക്കാരായാലും ഫിസിക്സ് കെമിസ്ട്രിക്കാരായാലും ഒക്കെ എക്സ്ട്രാ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അങ്ങനത്തെ ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന മേഖലകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് എൻട്രിയിൽ ആ ഒരു ടോപ്പിക്ക് വളരെ ഡീസെന്റ് ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി 10 മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനം ഇപ്പം സാധാരണ PSC പരീക്ഷകളിലൊക്കെ ഇപ്പോൾ വരാറുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് കുറച്ച് ടൈംസും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ ആ 10 മാർക്ക് ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് കണ്ടുകൊണ്ട് അതും പഠിക്കാം. അത് എല്ലാവർക്കും ഒരുപോലെ ഈ പറയുന്ന ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിന്റെ കാര്യമാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ കാര്യമാണെങ്കിലും എല്ലാവരും എക്സ്ട്രാ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ശരിക്കും പറയാൻ നിങ്ങൾക്ക് സാധിക്കും സബ്ജക്റ്റിനേക്കാൾ കൂടുതലായിട്ട്. ഇനി നോക്കുവാണെങ്കിൽ 30 മാർക്കിന്റെ കെമിസ്ട്രിയും 30 മാർക്കിന്റെ ഫിസിക്സും 20 മാർക്കിന്റെ മാത്തമാറ്റിക്സും ഉണ്ട്. നോക്കൂ, 80 മാർക്കിന്റെ കോർ സംഭവം എന്ന് പറയുന്നത് ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. PCM നമുക്ക് ഷോർട്ടാക്കി വിളിക്കാറുണ്ട് നമ്മൾ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. ഇത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള സിലബസ് ആണ്. ഹയർ സെക്കൻഡറി NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സിലബസ് അവൈലബിൾ ആണ്. ഞാൻ തന്നെ ഇതിനു മുമ്പ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാനും പറ്റും. അപ്പൊ ഈ എക്സാമിനകത്തെ കോർ ആയിട്ടുള്ള 80 മാർക്കിന്റെ കണ്ടന്റ് NCERTയുടെ ടെക്സ്റ്റ് ബുക്കിലാണ് കിടക്കുന്നത്. സിലബസ് നോക്കിക്കോ, സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് ഓർഡറിൽ അതിന്റെ സിലബസ് കിടക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിന്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്, ദെൻ മോഷൻ ഉൾപ്പെടെയുള്ള മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുശേഷം റൊട്ടേഷൻ മോഷൻ, പിന്നീട് ഗ്രാവിറ്റേഷൻ, അത് കഴിഞ്ഞാൽ നമ്മൾ സോളിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഓസിലേഷൻ ആൻഡ് വേവ്സ്, ദെൻ ഹയർ സെക്കൻഡറിയിലെ 12th ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അതുപോലെ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിഗ്രി BTech ലെവലിലേക്ക് ഉയരുന്ന രീതിയിലുള്ള കണ്ടന്റ് ഉണ്ട് എന്നൊഴിച്ചാൽ ഹയർ സെക്കൻഡറിയുടെ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ കണ്ടന്റ് കുറേയൊക്കെ ക്യാൻസൽ ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകൾ. നിങ്ങൾ 2020 കാലഘട്ടത്തിലെ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രി ലെവലിലേക്കുള്ള സാധനങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് കിടപ്പുണ്ട്, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുകയും ചെയ്യും.
അതാണ് 80 മാർക്കിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കെമിസ്ട്രിയുടെ കേസിൽ നോക്കിയാലും ഈ പറയുന്ന കെമിസ്ട്രിയുടെ ഓർഗാനിക് ആയാലും അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ആയാലും ഒക്കെ ആ സിലബസ് അങ്ങനെ തന്നെ കിടക്കുന്നത്. മാത്സിലായാലും നമുക്ക് കാണാൻ പറ്റും അതിൽ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഉൾപ്പെടെയുള്ള ഹയർ സെക്കൻഡറി ലെവൽ ടോപ്പിക്കുകൾ അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കുകളെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള പഠനം, അതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഇമ്പോർട്ടൻസ് അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എൻട്രിയിലാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും സൊല്യൂഷനും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. സോ പ്രോപ്പർ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു എന്ന് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. കാരണം നിങ്ങൾക്ക് ആ ഏരിയ കവറായി പോവും, ഏതൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്കുകളെ കവർ ചെയ്യുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം കൂടി നടത്തിയാൽ, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പഠനം കൂടി നടത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. അതിന് ഉറപ്പായിട്ടും എൻട്രി നിങ്ങളെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം എൻട്രിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള അവസരം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ NCERT ആയാലും SCERT ആയാലും ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ട് സിലബസിലെ കണ്ടന്റ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും അധ്യാപകർ. അപ്പൊ അതുപോലെ ഗോൾഡ് ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഫസ്റ്റ് കണ്ട പോസ്റ്റർ കണ്ടോ, അതിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ഗോൾഡ് ബാച്ച് ആണ്. അത് നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സയൻസും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ BTech പഠിച്ച ആളുകൾക്ക് നല്ലൊരു അവസരമായിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ ഈ ഗോൾഡ് ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളൊക്കെ കിട്ടും. അവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിനൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പൊ താഴെ ഞാൻ പറഞ്ഞ ലിങ്കിൽ കയറി, ഇപ്പൊ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഉള്ള ലിങ്കിൽ കയറിയിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റും. അതിനുള്ള എല്ലാ കണ്ടന്റും എൻട്രി നൽകുന്നുണ്ട്. എൻ്റെ ടീം അതിന് തയ്യാറാണ്, സജ്ജമാണ്. കോഴ്സ് ഓൾറെഡി റണ്ണിംഗ് ആണ്. 6 മാസം പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പിന്നെ കുറച്ച് എക്സ്ട്രാ 2 ടോപ്പിക്കുകളൂടി ഒന്ന് നന്നായി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. നല്ലൊരു ജോലിയിലേക്ക്, നല്ല ശമ്പളത്തിലേക്ക് നിങ്ങൾക്ക് കൈപിടിച്ച് കയറാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സോ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് എൻട്രിയിൽ ഫോളോ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി എൻട്രിയിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി, യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. സിലബസിനെ നന്നായി മനസ്സിലാക്കാനായിട്ട് ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻട്രി ആപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മോക്ക് എക്സാംസും അതുപോലെ തന്നെ നിങ്ങൾക്ക് സിലബസ് ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കാണാനായിട്ട് പറ്റും. യൂസ് ചെയ്യുക. 1ാം റാങ്കിലേക്ക് എത്തുക. കൂടെയുണ്ട് എൻട്രി.